ഞാനൊരുവാകും മുൻപേ എന്നെ കണ്ടു, ആ ഉള്ളം കരത്തിൽ എന്നെ വരച്ചു. ഉള്ളതുപോലറിഞ്ഞിടും, ഉള്ളം കൈയാൽ താങ്ങിടും ഉന്നതനാമുടയവനേ. ഉള്ളതുപോലറിഞ്ഞിടും, ഉള്ളം കൈയാൽ താങ്ങിടും ഉന്നതനാമുടയവനേ. യേശുവേ മാറാത്തമിത്രമേ, യേശുവേ ഉയരത്തെ ഉയരാതെ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 28-ാമത്തെ വാക്യം പറയുന്നത്, നിന്റെ കയ്യിൽ ഉള്ളപ്പോൾ കൂട്ടുകാരനോട് പോയി വരിക, നാളെ തരാം എന്ന് പറയരുത്. നിന്നെ സ്നേഹിക്കുന്ന നിന്റെ കൂട്ടുകാരൻ അവൻ്റെ ജീവിതത്തിനു വേണ്ടി നിന്നോട് കൂടെ നിൽക്കുകയും നിന്റെ കയ്യിലിരിക്കെ നിന്നോട് ചോദിക്കുമ്പോൾ അത് കൊടുക്കാതെ അവനെ പറഞ്ഞയക്കുകയും ചെയ്യുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല എന്ന് ഓർപ്പിക്കുകയാണ്. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 22-ാം അധ്യായത്തിൽ 13 മുതൽ താഴേക്ക് വാക്യം വായിക്കുമ്പോൾ ശ്രദ്ധേയമായ ചില പ്രസ്താവന കാണും. നീതികേടുകൊണ്ട് അരമനയും അന്യായം കൊണ്ട് മാളികയും പണിത് കൂട്ടുകാരനെ കൊണ്ട് വേല ചെയ്യിച്ച് കൂലി കൊടുക്കാതിരിക്കുകയും ഞാൻ വിസ്താരമുള്ള അരമനയും വിശാലമായ മാളികയും പണിയും എന്ന് പറഞ്ഞ് കിളിവാതിലുകളെ വീതിയിൽ തീർക്കുകയും ദേവദാരുകൊണ്ട് തട്ടിടുകയും ചായില്യം കൊണ്ട് ചായമിടുകയും ചെയ്യുന്നവന് അയ്യോ കഷ്ടം. പാടത്തു പണിയെടുക്കുന്ന ഒരു പണികാരനെ സംബന്ധിച്ച് അവൻ്റെ അന്നത്തെ വയറിനു വേണ്ടി, അവൻ്റെ കുടുംബം പോറ്റുന്നതിനു വേണ്ടി അവൻ അധ്വാനിച്ച് സൂര്യൻ അസ്തമിക്കുമ്പോൾ അവൻ അർഹമായ കൂലി ചോദിക്കുമ്പോൾ ആ കൂലി അവന് കൊടുക്കാതെ സ്വന്തം നേട്ടങ്ങളും നന്മകളും മാത്രം ആഗ്രഹിച്ച് തട്ടിട്ട വീടുകൾ പണിതെടുത്ത് ദേവദാരുക്കൾ കൊണ്ട് തട്ടിട്ട് ഏറ്റവും ഉന്നതമായ നിലകളിൽ ജീവിക്കുന്ന മനുഷ്യൻ്റെ ജീവിതം അയ്യോ കഷ്ടമാണ്. നാളുകളിൽ അവനതിൻ്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരുന്ന കാലമുണ്ടാകുമെന്ന് ഇവിടെ പ്രവാചകൻ ആഴമായി ഓർമ്മപ്പെടുത്തുക തന്നെയാണ്. പുതിയ നിയമത്തിൽ യാക്കോബ് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുന്ന വാക്കുണ്ട്. 5-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നിങ്ങളുടെ നിലങ്ങളെ കൊയ്ത വേലക്കാരുടെ കൂലി നിങ്ങൾ പിടിച്ചുവല്ലോ, അത് നിങ്ങളുടെ അടുക്കൽ നിന്ന് നിലവിളിക്കുന്നു. കൊയ്തവളുടെ മുറവിളി സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ചെവിയിൽ എത്തിയിരിക്കുന്നു എന്ന വചനമാണ്. ഇവിടെയും അധ്വാനിച്ച മനുഷ്യൻ്റെ, കഷ്ടപ്പെട്ട മനുഷ്യൻ്റെ കൂലി കൃത്യമായി കൊടുക്കുവാൻ മനസ്സില്ലാതെ അത് പിടിച്ചു വയ്ക്കുകയും നാളെ തരാമെന്നൊക്കെ പറഞ്ഞ് അവനെ പറഞ്ഞയക്കുകയും ചെയ്യുമ്പോൾ അവൻ്റെ സങ്കടത്തോടുകൂടിയുള്ള നിലവിളി അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്നിധിയിലെത്തിയിട്ട് അത് പിന്നത്തേതിൽ നിങ്ങൾക്ക് നാശകാരണമാകുവാൻ, വേദനാജനകമാകുവാൻ അത് കാരണമായി തീരുമെന്ന് ആധികാരികമായി ഓർപ്പിക്കുകയാണ്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം അധ്വാനിക്കുന്നവൻ്റെ കൂലി, കഷ്ടപ്പെടുന്നവൻ്റെ കൂലി പിടിച്ചു വയ്ക്കുന്നവരും പിന്നത്തേതിൽ നാശം കൊയ്യുന്നവരുമായി തീരാതിരിക്കേണ്ടതിന്
കൂട്ടുകാരനോട് പോയി വരിക എന്ന് പറയാതെ നിങ്ങളുടെ കയ്യിലുള്ളപ്പോൾ അവന് കൊടുക്കേണ്ടത് കൊടുത്തിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നവരായി തീരുവാൻ നമുക്ക് സമർപ്പിക്കാം. ആ നിലകളിൽ നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങൾ അധ്വാനിക്കുന്നവൻ്റെ കൂലി പിടിച്ചു വച്ചിട്ട് ഞങ്ങൾക്ക് നാശം കാണുന്നവരായിട്ടല്ല, ഞങ്ങൾ അവർക്ക് ന്യായമായത് കൊടുത്തിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.